ഹീമോസ്റ്റാസിസ് എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വാസ്കുലാർ സ്പാസം, ദെൻ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, ബ്ലഡ് ക്ലോട്ടിംഗ്, ക്ലോട്ട് റിട്രാക്ഷൻ, റോൾ ഓഫ് വൈറ്റമിൻ കെ ഇൻ ക്ലോട്ടിംഗ്. ഇവിടെ ഹീമോസ്റ്റാസിസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹീമോസ്റ്റാസിസ് ഈസ് എ സീക്വൻസ് ഓഫ് റെസ്പോൺസസ് ദാറ്റ് സ്റ്റോപ്സ് ബ്ലീഡിങ്. നമ്മുടെ ബ്ലഡ് വെസൽ ഇപ്പം ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സീക്വൻസ് ഓഫ് റെസ്പോൺസ് ആണ് ഹീമോസ്റ്റാസിസ്. അപ്പം 3 മെക്കാനിസം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്ന് വാസോ കൺസ്ട്രക്ഷൻ ഓർ വാസ്കുലാർ സ്പാസം, രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, മൂന്നാമത്തത് ക്ലോട്ട് ഫോർമേഷൻ ഓർ കൊയാഗുലേഷൻ. ഹീമോസ്റ്റാസിസിലെ ഒന്നാമത്തെ മെക്കാനിസം വാസ്കുലാർ സ്പാസം. When arteries or arterioles are damaged, the circularly arranged smooth muscle in their walls contracts immediately, a reaction called vascular spasm. ഇപ്പോൾ ഇവിടെ ഇതൊരു ബ്ലഡ് വെസൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്. ഇപ്പോൾ എൻഡോത്തീലിയൽ സെൽസ് റപ്ചർ ആകുമ്പോൾ ഇവിടുത്തെ സ്മൂത്ത് മസിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. The spasm is probably caused by damage to the smooth muscle by substances released from activated platelets and by reflexes initiated by pain receptors. ഹീമോസ്റ്റാസിസിന്റെ രണ്ടാമത്തെ മെക്കാനിസം ആണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ സൈസ് ആയിട്ടുള്ള സെൽ ഫ്രാഗ്മെന്റ് ആണ്. പക്ഷെ കുറേ കെമിക്കൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കുറേ വെസിക്കിൾസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ADP, ATP, കാൽസ്യം അയോൺ, സെറോട്ടോണിൻ, ഇതൊക്കെ പ്രസന്റ് ആണ്. പിന്നെ എൻസൈംസ് ഉണ്ട്, അത് ത്രോംബോസിൻ A2 പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ട്, അത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്, അത് ബ്ലഡ് ക്ലോട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ലൈസോസോംസ് ഉണ്ട്, സം മൈറ്റോകോൺട്രിയ, മെംബ്രെയിൻ സിസ്റ്റംസ് ഉണ്ട്, that take up and store calcium and provide channels for the release of contents of granules and glycogen. Then platelet derived growth factor എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ ബ്ലഡ് വെസൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബ്രോബ്ലാസ്റ്റ്, വാസ്കുലാർ സ്മൂത്ത് മസിൽ ഫൈബർ, വാസ്കുലാർ എൻഡോത്തീലിയൽ സെൽ. ഇത് പ്രോലിഫറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മീൻസ് അതിന് പ്രോലിഫറേഷൻ ഉണ്ടാക്കുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ. Initially, platelet contact and stick to parts of a damaged blood vessel, such as collagen fibers of the connective tissue underlying the damaged endothelial cell. This process is called platelet adhesion. ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ എൻഡോത്തീലിയൽ സെൽസ് ഡാമേജ് ആകുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റിക്ക് ചെയ്യുന്നു, അതാണ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ. ദെൻ പ്ലേറ്റ്ലെറ്റ് റിലീസ് റിയാക്ഷൻ. Due to adhesion, the platelets become activated and their characteristics change dramatically. They extend many projections that enable them to contact and interact with one another, and they begin to liberate the contents of vesicles. This phase is called platelet release reaction. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ കൊളാജൻ ഫൈബേഴ്സിൽ സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറി ഇത് പ്രൊജക്ഷൻസ് ഫോം ചെയ്യും. പ്രൊജക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവും.
അപ്പോൾ ഇത് തമ്മിൽ ഇത് ആക്ടിവേറ്റഡ് ആയിട്ട് ഇവിടെയുള്ള കണ്ടൻസ് വെസിക്കിളിലുള്ള കണ്ടൻസ് ലിബറേറ്റ് ചെയ്യും. അതാണ് പ്ലേറ്റ്ലെറ്റ് റിലീസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള ലിബറേറ്റഡ് ADP, ത്രോംബോസിൻ A2 ഇതൊക്കെ നിയർ ബൈ പ്ലേറ്റ്ലെറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെറോട്ടോണിനും ത്രോംബോസിൻ A2 വാസോ കൺസ്ട്രക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് വാസ്കുലാർ സ്മൂത്ത് മസിലിനെ കൺട്രാക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നു. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഇത് ഇവിടെ ബൈൻഡ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ് ഇവിടെ സ്റ്റിക്ക് ഏരിയയിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. കുറേ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും, ആക്ടിവേറ്റഡ് ആയി ഇതിങ്ങനെ പ്ലഗ് ഫോം ചെയ്യും. അപ്പം ഗ്യാതറിംഗ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇസ് കോൾഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. Eventually, the accumulation and attachment of larger number of platelets form a mass called platelet plug. അപ്പം കുറേ പ്ലേറ്റ്ലെറ്റ്സ് കൂടി അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും. Platelet plug is very effective in preventing blood loss in small blood vessel. Although initially platelet plug is loose, it becomes quite tight when reinforced by fibrin threads formed during clotting. A platelet plug can stop blood loss if the hole in a blood vessel is not too large. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് പ്ലഗ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഫൈബ്രിൻ ത്രെഡ്സ് വഴിയാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും, എങ്ങനെയാണ് ഫൈബ്രിൻ ത്രെഡ്സ് ഫോം ചെയ്യുന്നതൊക്കെ. ഇത് ജസ്റ്റ് ഇങ്ങനെ പറയുന്നതാണ്. അപ്പം പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ, പ്ലേറ്റ്ലെറ്റ് റിലീസ് റിയാക്ഷൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ദെൻ ഇവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും ഫൈനലി. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ബ്ലഡ് വെസലിൽ ബ്ലഡ് ലിക്വിഡ് ഫോമിലാണ്. പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് നമ്മൾ ഔട്ട്സൈഡ് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം ഒരു ലിക്വിഡ് ആയിട്ടുള്ള കമ്പോണന്റ് ഏറ്റവും മുകളിൽ വരും, പിന്നെ ഏറ്റവും താഴെ കുറച്ച് ജെൽ ഫോമിൽ ഒരു സംഭവം കിടക്കുന്നുണ്ടാവും. ഈ ജെൽ ഫോമിലുള്ള സാധനമാണ് ഫോംഡ് എലമെന്റ്സ്, ക്ലോട്ടിംഗ് ഫാക്ടർ, ഇതൊക്കെ ഫൈബ്രിൻ ത്രെഡ്സ് ഒക്കെയാണ് ഈ അടിയിൽ കിടക്കുന്ന സംഭവം. ദെൻ മുകളിലുള്ളതാണ് സെറം. അവിടെയുള്ളത് സെറം എന്ന് വെച്ചാൽ ഈ ബ്ലഡ് പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ആണ്. സെറം എന്ന് വെച്ചാൽ ബ്ലഡ് പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ, അതായത് അവിടെ വാട്ടറും അയൺസും ആണ് ഉള്ളത്. പിന്നെ ഈ ക്ലോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ. സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതാണ്. പിന്നെ അത് ഫൈബ്രിൻ ത്രെഡ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് വളരെ വേഗം നടക്കുകയാണെങ്കിൽ ത്രോംബോസിസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമെന്ന് വെച്ചാൽ അൺഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസലിൽ പോലും ക്ലോട്ട് ഫോം ചെയ്യും. ഇപ്പം ക്ലോട്ട് വളരെ ടൈം എടുക്കുന്നുണ്ട് ക്ലോട്ട് ഫോം ചെയ്യാൻ, അപ്പോൾ അവിടെ ഹെമറേജ് സംഭവിക്കും. ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ആകുന്ന ഫാക്ടേഴ്സ് ആണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. അത് ഇനാക്റ്റീവ് ഫോമിലാണ് നിൽക്കുന്നത്. പിന്നീടാണ് ഈ റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് ഓരോ ഫാക്ടറും ആക്ടിവേറ്റഡ് ആകുന്നത്. മോസ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഐഡന്റിഫൈ ചെയ്യുന്നത് റോമൻ ന്യൂമറൽസിലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് അവർ ഡിസ്കവർ ആയിട്ടുള്ളത്. ഓർഡർ ഓഫ് ദർ ഡിസ്കവറി അനുസരിച്ചാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് കൊടുക്കുന്നത്. ക്ലോട്ടിംഗ് നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് 2 പാത്വേസിനകത്ത് ഇൻവോൾവ് ആണ്, എക്സ്ട്രൻസിക്കും ഇൻട്രൻസിക്കും. ഇത് പ്രോത്രോംബിനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഫോം ചെയ്യുന്നു. പ്രോത്രോംബിനേസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് കോമൺ പാത്വേ. അതിനകത്ത് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞൊരു പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്, ലിവറാണത് ഫോം ചെയ്യുന്നത്. അതിനെ ത്രോംബിനാക്കി മാറ്റുന്നത് ഈ പ്രോത്രോംബിനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്.
ദെൻ ത്രോംബിന് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. ഫൈബ്രിൻ ഫോംസ് ദ ത്രെഡ് ഓഫ് ദ ക്ലോട്ട്. അങ്ങനെയാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൽ നോക്കാനുള്ളത് ഇത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ലിവറിലാണ് ഏറ്റവും കൂടുതൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ പാത്വേസിൽ എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കിലും ഇൻവോൾവ് ആയിട്ടുള്ള ഫാക്ടർ 5 ഉണ്ട്, ഫാക്ടർ 10 ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ കോമൺ പാത്വേയിലുള്ളതാണ് ഫൈബ്രിനോജനും പ്രോത്രോംബിനും പിന്നെ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറും. പിന്നെ കാൽസ്യം അയോൺസ് എല്ലാ പാത്വേയിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ പോയിന്റ്സ്. ദെൻ ടിഷ്യൂ ഫാക്ടറാണ് ഫാക്ടർ 3. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫാക്ടർ 3 എന്ന് വെച്ചാൽ ടിഷ്യൂ ഫാക്ടർ, ഫാക്ടർ 10, ഫാക്ടർ 5, then fibrin stabilizing factor, factor 13. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്ട്രിൻസിക് പാത്വേ ആണ്. Extrinsic pathway of blood clotting has fewer steps than the intrinsic pathway and occurs rapidly within a matter of seconds if trauma is severe. It is so named because a tissue protein called tissue factor, also known as thromboplastin, leaks into the blood from cells outside blood vessels and initiates the formation of prothrombinase. TF is a complex mixture of lipoprotein, phospholipid from the surfaces of damaged cells. In the presence of Ca2+, TF begins a sequence of reaction that ultimately activate clotting factor 10. Once factor 10 is activated, it combines with factor 5 in the presence of calcium ions to form the active enzyme prothrombinase, completing the extrinsic pathway. അപ്പം ഇതെനിക്ക് മനസ്സിലായെന്നാണ് തോന്നുന്നത്, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പം എക്സ്ട്രിൻസിക് പാത്വേയിൽ ഇതിന് എക്സ്ട്രിൻസിക് പറയാൻ കാരണം നമ്മുടെ ബ്ലഡ് സെൽസ് ഡാമേജ് ആകുമ്പോൾ ഒരു ടിഷ്യൂ പ്രോട്ടീൻ ഡാമേജ്ഡ് സെൽസിൽ നിന്ന് റിലീസ് ആവുന്നുണ്ട് ഔട്ട്സൈഡ് ദ ബ്ലഡ് വെസൽ. അപ്പം ഔട്ട്സൈഡ് ദ ബ്ലഡ് വെസൽ ആയതുകൊണ്ടാണ് നമ്മളിത് എക്സ്ട്രിൻസിക് ടു അങ്ങനെ പറയുന്നത്, എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്നത്. അപ്പം TF എന്ന് പറഞ്ഞാൽ ആ ടിഷ്യൂ ഫാക്ടർ ലിപ്പോ പ്രോട്ടീൻസിൻ്റെയും ഫോസ്ഫോലിപ്പിഡിൻ്റെയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മിശ്രമാണ്. ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യം അയോൺസിന്റെ പ്രസൻസിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 10ഉം ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 5ഉം എന്ത് ചെയ്യും, കാൽസ്യം അയോൺസിന്റെ പ്രസൻസിൽ പ്രോത്രോംബിനേസ് എന്ന് പറഞ്ഞ എൻസൈമായിട്ട് ഫോം ചെയ്യുന്നു. അപ്പം ഫാക്ടർ 10A പ്ലസ് ഫാക്ടർ 5A ഫോം പ്രോത്രോംബിനേസ് എൻസൈം. ഇതാണ് എക്സ്ട്രിൻസിക് പാത്വേയുടെ ഒരു സമ്മറി. പിന്നെ എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ ബ്ലഡ് വെസൽ നടക്കുന്ന പാത്വേ ആണ്. ഇൻട്രിൻസിക് പാത്വേ എക്സ്ട്രിൻസിക് പാത്വേക്കാളും മോർ കോംപ്ലക്സ് ആണ്. അത് വളരെ സ്ലോലി ആയിട്ടാണ് നടക്കുന്നത്. Intrinsic pathway is so named because its activators are either in direct contact with blood or contained within the blood. Outside tissue damage is not needed. അപ്പം ഇത് ഇൻട്രിൻസിക് ടു ദ ബ്ലഡ് ആണ്. അപ്പം ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലാണ്, ടിഷ്യൂ ഡാമേജിൻ്റെ ആവശ്യമില്ല ഈ പാത്വേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. If endothelial cells become roughened or damaged, blood can come in contact with the collagen fibers in the connective tissue around the endothelium of the blood vessel. In addition,
Trauma to the endothelial cell causes damage to platelet, resulting in the release of phospholipid by the platelet. Contact with the collagen fiber activate clotting factor 12, which begins a sequence of reaction that eventually activate clotting factor 10. Platelet, phospholipid, and calcium ion can also participate in the activation of factor 10. Once factor 10 is activated, it combines with factor 5 to form the active enzyme prothrombinase, completing the intrinsic pathway. അപ്പം എക്സ്ട്രിൻസിക് പാത്വേയുടെയും ഇൻട്രിൻസിക് പാത്വേയുടെയും പ്രൊഡക്റ്റ് സെയിം ആണ്, പ്രോത്രോംബിനേസ് ആണ്. പക്ഷെ ഇൻട്രിൻസിക് പാത്വേ കുറച്ചും കൂടെ എക്സ്ട്രിൻസിക് പാത്വേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. പിന്നെ എക്സ്ട്രിൻസിക് പാത്വേയിൽ ടിഷ്യൂ ഫാക്ടർ ബ്ലഡ് വെസലിൻ്റെ ഔട്ട്സൈഡ് റിലീസ് ചെയ്യുന്നു, ഒരു പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ ഇൻട്രിൻസിക്കിൽ ഇൻസൈഡ് ദ ബ്ലഡ് വെസലാണ് പാത്വേ ഉണ്ടാകുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എക്സ്ട്രിൻസിക് ഫാക്ടർ പാത്വേ ഇതാണ്, ഇൻട്രിൻസിക് പാത്വേ ഇതാണ്. ദെൻ പ്രോത്രോംബിനേസ് എന്ന് പറയുന്ന എൻസൈം ഫോം ചെയ്യുന്നു, പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഓൾസോ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. ദെൻ ഫൈബ്രിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഈ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറാണ്, ക്രോസ് ലിങ്ക്ഡ് ഫൈബ്രിനൈൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോമൺ പാത്വേ. ഇത് ഇൻട്രിൻസിക്, ഇത് എക്സ്ട്രിൻസിക്. കോമൺ പാത്വേ ഒന്നും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. പ്രോത്രോംബിനേസിന്റെ ഫോർമേഷൻ ആണ് കോമൺ പാത്വേയുടെ ബിഗിനിങ്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ബ്ലഡ് ക്ലോട്ടിങ്, സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കുന്നത് പ്രോത്രോംബിനേസ് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം അയോണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. തേർഡ് സ്റ്റേജിൽ ത്രോംബിൻ എന്ന് പറഞ്ഞ എൻസൈം കാൽസ്യം അയോൺസിന്റെ പ്രസൻസിൽ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റുന്നു. പിന്നെ ത്രോംബിന് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് സ്ട്രെങ്തൻസ് ആൻഡ് സ്റ്റെബിലൈസ് ദ ഫൈബ്രിൻ ത്രെഡ്സ് ഇൻ എ സ്റ്റഡി ക്ലോട്ട്. ദെൻ പ്ലാസ്മ കണ്ടെയ്ൻസ് സം ഫാക്ടർ 13, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ പ്ലാസ്മയിലുണ്ട്. അത് പ്ലേറ്റ്ലെറ്റ്സിനെ റിലീസ് ചെയ്യുന്നതാണ്, വിച്ച് ആർ ട്രാപ്ഡ് ഇൻ ദ ക്ലോട്ട്. അപ്പം ക്ലോട്ടിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അതും ക്ലോട്ട് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോട്ട് റിട്രാക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വൺസ് എ ക്ലോട്ട് ഈസ് ഫോംഡ്, it plugs the ruptured area of blood vessel and thus stop blood loss. Clot retraction is the consolidation or tightening of the fibrin clot. Clot retraction എന്ന് വെച്ചാൽ ഫൈബ്രിൻ ക്ലോട്ട് എന്ത് ചെയ്യും, ടൈറ്റൻ ചെയ്യുന്നതിനാണ് പറയുന്നത്. The fibrin threads attached to the damaged surfaces of the blood vessel gradually contract as platelets pull on them. As the clot retracts, it pulls the edges of damaged vessel closer together, decreasing the risk of further damage. അപ്പം നമുക്കറിയാം ഈ ക്ലോട്ട് ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് പിന്നെ അത് ക്ലോട്ടായി ഫോം ചെയ്യുന്നു. ദെൻ ഈ ഫൈബ്രിൻ ത്രെഡ്സ് എന്ത് ചെയ്യും, ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഡാമേജ് ആയുള്ള സർഫസിൽ അറ്റാച്ച് ചെയ്ത് പ്ലേറ്റ്ലെറ്റ്സിനകത്തേക്ക് വലിച്ച് ഈ എഡ്ജസ് ഇല്ലേ, ഈ ഡാമേജ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ട് ബ്ലഡ് വെസലിൻ്റെ, അതിനെ കുറച്ചും കൂടെ അടുപ്പിച്ച് എന്ത് ചെയ്യും, ഫർദർ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ കെയുടെ റോൾ എന്താണ് ക്ലോട്ടിങ്ങിൽ, അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. അപ്പോൾ ക്ലോട്ടിങ് വൈറ്റമിൻ കെയുടെ ലെവലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ ആവശ്യത്തിനില്ലെങ്കിൽ ബ്ലീഡിങ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വൈറ്റമിൻ കെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇത് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. അപ്പോൾ ലിപ്പിഡ്സിന്റെ പ്രസൻസിലാണ് ഈ വൈറ്റമിൻ കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും അബ്സോർബ് ആകുന്നത്. അപ്പം ഈ അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ് അതിലെന്തെങ്കിലും ഡിസോർഡേഴ്സ് പേഷ്യൻറ്റിന് വരുവാണെങ്കിൽ വൈറ്റമിൻ കെയുടെ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കില്ല. അപ്പോൾ പേഷ്യൻറ്റിന് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് കേട്ടേക്കുന്നത്. അപ്പോൾ ടീന എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് റിക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡർ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഡോക്ടർ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പം ഒരു ദിവസം പുള്ളിക്കാരി വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരുടെ കൈ മുറിഞ്ഞു. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അൺകൺട്രോൾഡ് ബ്ലീഡിങ് ആണ്. അപ്പം ആൻറ്റിബയോട്ടിക് എന്ത് റോളാണ് ഇവിടെ ബ്ലീഡിങ്ങിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പം ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ ആക്ഷൻ ഒരു ബ്രോഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഉപകാരമുള്ള ബാക്ടീരിയ ചിലപ്പോൾ അത് കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓർഗാൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഇപ്പം പേഷ്യൻ്റ് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, അപ്പം പെട്ടെന്നൊരു ആൻറ്റിബയോട്ടിക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ് പേഷ്യൻറ്റിന് കൊടുക്കുക ഡോക്ടർ. അങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, നല്ല ബാക്ടീരിയയും ഇത് ചിലപ്പം അതിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കാം. ഒന്നുകിൽ അത് ഈ ആൻറ്റിബയോട്ടിക് കൊന്നു കളയാം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ ഒരു ബാക്ടീരിയ ഉണ്ട്, നമ്മൾ പഠിച്ചു, അത് വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ കെ ഇനഫായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ വരും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ക്ലോട്ടിങ് അങ്ങനെ നടക്കില്ല, അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോട്ടിങ് ഫാക്ടറിൻ്റെ സിന്തസിസിനൊക്കെ ബാധിക്കുമല്ലോ വൈറ്റമിൻ കെയുടെ അഭാവം മൂലം. അപ്പോൾ ഇതാണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ പേഷ്യൻറ്റിന് ബ്ലീഡിങ് വരാനുള്ള ഒരു കാരണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ഒരു തോമസ് എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ ലിവർ ഫങ്ഷന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പേഷ്യൻ്റ് എന്ത് സിംറ്റം ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് റിലേറ്റഡ് ടു ബ്ലഡ്? അപ്പോൾ നമുക്കറിയാം പേഷ്യൻ്റ് ബ്ലീഡിങ് ആയിരിക്കും കാണിക്കുന്നത്. കാരണം മെജോറിറ്റി ക്ലോട്ടിങ് ഫാക്ടേഴ്സും ലിവറാണ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ ക്ലോട്ടിങ് ഫാക്ടറിൻ്റെ സിന്തസൈസും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ watching my channel. I love you all. God bless you.